പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റിംഗ് കിങ് ആൻഡ് ക്വീൻ ഓഫ് ദി റിംഗ് എന്ന് പറയുന്ന പ്രീമിയം ലൈവ് ഇവൻറ്റിൽ നടക്കാൻ പോകുന്ന കോഡി റോഡ്സ് വേഴ്സസ് ലോഗൻ പോൾ തമ്മിലുള്ള മത്സരം യഥാർത്ഥത്തിൽ ഏത് ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയിട്ടാണ് എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. അപ്പോൾ നമുക്ക് അധികം ദീർഘിപ്പിക്കാതെ നേരെ വീഡിയോയിലോട്ട് തുടക്കാം. കഴിഞ്ഞ സ്മാക്ഡൗൺ എപ്പിസോഡിലൂടെയാണ് സ്മാക്ഡൗൺ ജനറൽ മാനേജറായ നിക് ഓൾഡിസ് കോഡിയുടെ ഈ പ്രീമിയം ലൈവ് ഇവൻറ്റിലെ എതിരാളി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യനായ ലോഗൻ പോൾ ആണ് എന്നുള്ളത് പുറത്തേക്ക് വിടുന്നത്. അങ്ങനെ ലോഗൻ പോളും കോഡിയും തമ്മിലുള്ള ഫേസ് ടു ഫേസ് ആ ഒരു സെഗ്മെൻറ്റൊക്കെ കഴിയുന്നതിന് ശേഷം സോഷ്യൽ മീഡിയയിൽ വലിയൊരു കൺഫ്യൂഷൻ ഉണ്ടായി. അതായത് ഈ ചാമ്പ്യൻ വേഴ്സസ് ഈ ചാമ്പ്യൻ മത്സരമാണോ, അതോ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യൻഷിപ്പ് മത്സരമാണോ, അൺഡിസ്പ്യൂട്ടഡ് ടൈറ്റിൽ മത്സരമാണോ, അതോ വിന്നർ ടേക്ക് ഓൾ മത്സരമാണോ, അങ്ങനെ വലിയൊരു സംശയമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, കോഡിയുടെ ഒരു അപ്ഡേറ്റ് അനുസരിച്ച് കോഡി പറയുന്നത് ഇത് 2 ചാമ്പ്യൻഷിപ്പിനും വേണ്ടിയിട്ടുള്ളതാണ് എന്നുള്ളതാണ്. എന്നാൽ WWE ഔദ്യോഗിക വെബ്സൈറ്റിൽ ഇതൊരു ചാമ്പ്യൻ വേഴ്സസ് ചാമ്പ്യൻ മത്സരമായിട്ടാണ് അവർ സോഷ്യൽ മീഡിയയിലടക്കം പ്രൊമോട്ട് ചെയ്യുന്നത്. അങ്ങനെ വലിയൊരു കൺഫ്യൂഷൻ നിൽക്കുന്ന ഒരു സമയത്താണ് കോഡിയും ലോഗൻ പോളും തമ്മിലുള്ള ഒരു കോൺട്രാക്റ്റ് സൈനിങ് സെഗ്മെൻറ്റ് ഇന്നത്തെ സ്മാക്ഡൗണിൽ നടക്കുന്നത്. അപ്പോൾ ആ കൺഫ്യൂഷനുള്ള കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം അവർ ഇന്നത്തെ സ്മാക്ഡൗണിലൂടെ തീർത്ത് തന്നിട്ടുണ്ട്. അവർ പറയുന്നത് ഇങ്ങനെയാണ്: കോഡി മുന്നോട്ട് വെച്ച ഒരു കോൺട്രാക്റ്റിൻ്റെ ഒരു ക്ലോസ് എന്ന് പറയുന്നത് 2 ചാമ്പ്യൻഷിപ്പിനും വേണ്ടിയിട്ടുള്ള ഒരു മത്സരം സൗദി അറേബ്യയിൽ വെച്ച് നടക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ ലോഗൻ പോളിന് അതിനോട് തീരെ താല്പര്യമില്ല. അതിന് ഒരു കാരണമായി ലോഗൻ പോൾ പറയുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യൻഷിപ്പിന് നിനക്ക് യാതൊരുവിധ അവകാശവുമില്ല, ആ മത്സരത്തിന് നിനക്ക് യാതൊരുവിധ യോഗ്യതയും ഇല്ല എന്നാണ് പറയുന്നത്. മറിച്ച് കോഡി റോഡ്സ് നിനക്ക് ഈ ഒരു അൺഡിസ്പ്യൂട്ടഡ് ടൈറ്റിലിന് എന്ത് യോഗ്യത ഉള്ളു എന്നുള്ളത് ചോദിച്ചിട്ടില്ല. മറ്റ് വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് കോഡി ഒരു ആക്രമണം ലോഗൻ പോളിനെതിരെ നടത്തുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അതായത് ലോഗൻ പോളിൻ്റെ സഹോദരൻ ജേക്ക് പോൾ, മൈക്ക് ടൈസൺ അവർ തമ്മിലുള്ള ആ ഒരു ബോക്സിംഗ് മത്സരത്തിൽ ജേക്ക് പോൾ പരാജയപ്പെടും എന്ന് പറഞ്ഞുകൊണ്ടും, അതുപോലെ തന്നെ ജേക്ക് പോൾ, ലോഗൻ പോൾ തുടങ്ങിയവർക്കൊന്നും ഈ WWE യാതൊരുവിധ റോളും ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ ആക്രമണമാണ് വാക്കുകളിലൂടെ കോഡി ഈ ഒരു കോൺട്രാക്റ്റ് സൈനിങ് സെഗ്മെൻറ്റിൽ നടത്തിയിട്ടുള്ളത്. അപ്പോൾ ലോഗൻ പോൾ പുതിയൊരു കോൺട്രാക്റ്റ് മുന്നോട്ട് വെച്ചത് ഇങ്ങനെയാണ്: അൺഡിസ്പ്യൂട്ടഡ് ടൈറ്റിലിന് വേണ്ടിയിട്ടുള്ള മത്സരം മാത്രമാണ് ഈ പ്രീമിയം ലൈവ് ഇവൻറ്റിൽ സൗദി അറേബ്യ ഷോയിൽ നടക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. അത് കോഡി ആക്സെപ്റ്റ് ചെയ്യുന്നതുമാണ് നമുക്ക് ആ ഒരു കോൺട്രാക്റ്റ് സൈനിങ് സെഗ്മെൻറ്റിൽ കാണാൻ സാധിച്ചത്. ജനറൽ മാനേജറായ നിക് ഓൾഡിസിന് താല്പര്യം ഉണ്ടായിരുന്നില്ലെങ്കിൽ പോലും കോഡിയാണ് ആ ഒരു മത്സരത്തിന് ആക്സെപ്റ്റൻസ് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം ചെറിയൊരു ഫൈറ്റ് ലോഗൻ പോൾ ആക്രമിക്കാൻ ശ്രമിക്കുന്നു. ലോഗൻ പോളിനെ അടിച്ച് റിങ്ങിൻ്റെ വെളിയിലേക്ക് ഇടുന്നു. ലോഗൻ പോളിൻ്റെ കൂടെ വന്ന ആ റെസ്ലറിനെ പിടിച്ച് പവർ ബോംബ് ആ ഒരു കോൺട്രാക്റ്റ് സൈനിങ് സെഗ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന ടേബിളിൻ്റെ മുകളിലേക്ക് ഇടുന്നു. അത് ആ ഒരു രീതിയോടുകൂടി സ്മാക്ഡൗണിലെ ഈ ഒരു കോൺട്രാക്റ്റ് സൈനിങ് സെഗ്മെൻറ്റ് അവസാനിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അപ്പോൾ കിങ് ആൻഡ് ക്വീൻ ഓഫ് ദി റിംഗ് എന്ന് പറയുന്ന ഈ ഒരു പ്രീമിയം ലൈവ് ഇവൻറ്റിൽ അൺഡിസ്പ്യൂട്ടഡ് ടൈറ്റിൽ മാത്രമാണ് അവർ ഡിഫെൻഡ് ചെയ്യുന്നത് എന്നുള്ളത് 100% ഉറപ്പ് നൽകിയിട്ടുണ്ട്. കോഡി റോഡ്സിന് തന്നെയാണ് വിജയ സാധ്യത കൂടുതലുള്ളത്. ലോഗൻ പോൾ എങ്ങനെ പരാജയപ്പെടും എന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടി. വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.